നമസ്തേ, വെൽക്കം ബാക്ക് ടു ചാനൽ ദ വിൽ ഓഫ് ഫോർച്യൂൺ 77 ടാരോട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ മനസ്സിലുള്ള ഒരു വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ചിട്ട്, നിങ്ങളുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചിട്ട് ഈ ഒരു ടൈമിൽ ചിന്തിക്കുന്നില്ല എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. റീഡിങ്സ് ജനറലാണ്, ജനറൽസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളെപ്പോൾ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസണേറ്റ് ആയിട്ട് തുടങ്ങുന്നുണ്ടാവും. ഓക്കെ, നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. നിങ്ങളുടെ സ്പെസിഫിക് വ്യക്തിയെക്കുറിച്ചിട്ട് ചിന്തിക്കുക. ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. 3 times അവരുടെ നെയിം പറയുക. ഗൈഡൻസ് അവൈലബിൾ ആണ് കേട്ടോ. ഈ ഒരു ടൈമിൽ ഗൈഡൻസിൻ്റെ ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഞാൻ. ആൻഡ് ട്വിൻ ഫ്ലെയിം ഗൈഡൻസ് അവൈലബിൾ ആണ്. കൗൺസിലിംഗ് സെക്ഷൻസ് അവൈലബിൾ ആണ്. പേഴ്സണൽ റീഡിങ്സ് അവൈലബിൾ ആണ്. ആൻഡ് പാസ്റ്റ് ലൈഫ് റീഡിങ്സ് അവൈലബിൾ ആണ് കേട്ടോ. ലെറ്റ്സ് സീ. Please guide me, universe. Please guide me, divine. Please guide me, angels and the viewers and the person. The current feelings എന്താണ്? എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഒരു ആക്ഷൻ എടുക്കണം എന്നുള്ളൊരു തോട്ട്സ് നിങ്ങളുടെ മൈൻഡിൽ ഉള്ളതായിട്ട് എനിക്ക് ഇവിടെ കാണുന്നുണ്ട്. അഫ്കോഴ്സ് നിങ്ങൾ എംബ്രസ് ആയിട്ട് ഇരിക്കുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ഒരു ബന്ധത്തിന് വേണ്ടിയിട്ട് ഒരു ആക്ഷൻ എടുക്കണം, ഈ ഒരു വ്യക്തിയുടെ അടുത്തേക്ക് പോകണം എന്നൊക്കെ ഉള്ളൊരു ചിന്ത നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വരുന്നതായിട്ട് എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, സംതിങ് ഈസ് റിലേറ്റഡ് ടു ജഡ്ജ്മെൻറ്റ്. ആൻഡ് ഈ ഒരു നിങ്ങൾ ഡീൽ ചെയ്യുന്ന ഈ ഒരു വ്യക്തിയാണെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ തമ്മിൽ വ്യത്യസ്തമായിട്ടുള്ള 2 വ്യക്തികളാണ് കേട്ടോ. ക്ലിയർ ആയിട്ടുള്ളൊരു മെസ്സേജാണ്. ഡിഫറൻസസ് നിങ്ങളുടെ ഇടയിലുണ്ട്. പക്ഷേ ഈ ഒരു ബന്ധത്തിന് വേണ്ടിയിട്ട് എന്തോ ഒരു സംതിങ് ഈസ് റിലേറ്റഡ് ടു ജഡ്ജ്മെൻറ്റ്. ലെറ്റ് മീ ചെക്ക് വൈ ഹിയർ ഈസ് ജഡ്ജ്മെൻറ്റ്. പ്ലീസ് ക്ലാരിഫൈ ദ കാർഡ്. വൈ ഹിയർ ഈസ് ജഡ്ജ്മെൻറ്റ്. ഈ ഒരു കണക്ഷനിൽ നിങ്ങളെ നേരിട്ട് കാണണം എന്ന് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഈ ഒരു വ്യക്തി നിങ്ങളെ നേരിട്ട് കാണണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ മീറ്റ് ചെയ്യണം എന്ന് ഈ ഒരു വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒത്തിരിയധികം ഉണ്ട്. ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം മേ ബി. എന്താണെങ്കിലും ഈ ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങളെ മീറ്റ് ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് ആ ഒരു കാര്യം മിറർ ചെയ്യുന്നതായിട്ട് എനിക്ക് ഇവിടെ കാണുന്നുണ്ട്. അതായത് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെ കാണണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു തോട്ട്സുകൾ മാനിഫെസ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. അതായത് നിങ്ങൾക്കൊരു ആഗ്രഹം വരുന്നുണ്ട് ഈ ഒരു വ്യക്തിനെ മീറ്റ് ചെയ്യണം എന്നുള്ളത്. അത് മേ ബി നിങ്ങൾ ഒത്തിരി ഹീൽഡൊക്കെ ആയിട്ടുണ്ടാവാം. സ്റ്റിൽ നിങ്ങളുടെ ഉള്ളിൽ ഈ ഒരു തോട്ട്സ് എല്ലായിട്ട് എനിക്ക് ഇവിടെ കാണുന്നുണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. മേ ബി ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ വേറൊരു വ്യക്തി ഉണ്ടായിരിക്കാം. എന്ത് സിറ്റുവേഷൻസ് ആണെങ്കിലും, അല്ലെങ്കിൽ വൈസ് വേഴ്സ എനർജീസ് ആവാം. നിങ്ങൾ തമ്മിൽ ഡിഫറൻസസ് ഉണ്ട്. ഒരാൾ മാരീഡും ഒരാൾ സിംഗിൾ ആയിരിക്കാം, അല്ലെങ്കിൽ 2 പേരും മാരീഡ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെയുള്ള ഒരാൾ വിഡോ ആയിരിക്കാം, ഒരാൾ മാരീഡ് ആയിരിക്കാം. അങ്ങനെ എന്തൊക്കെയോ ഡിഫറൻസസ് ഉണ്ട്. അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം. നിങ്ങൾ റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിൽ വേറൊരു വ്യക്തി ഒരു വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടായിരിക്കാം. അതുകൊണ്ടൊക്കെ തന്നെ ശരിക്കും ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഈ ഒരു വ്യക്തി ട്രാപ്ഡ് ആയിട്ടിരിക്കുകയായിരിക്കാം. അതുകൊണ്ടായിരിക്കാം നിങ്ങളുടെ അടുത്തേക്ക് വരാതിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുമായിട്ട് കണക്റ്റ് ആവാൻ പറ്റാതിരിക്കുന്നതിനുള്ള ഒരു മെയിൻ റീസൺ. അതൊക്കെ എനിക്കിവിടെ കാണുന്നുണ്ട്. മേ ബി നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവാം. പക്ഷേങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉള്ളത് കൊണ്ടും, പിന്നെ അതുമാത്രമല്ല ഈ റിലേഷനിൽ ഈ ഒരു വ്യക്തി ഒത്തിരിയധികം ഹേർട്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പറയും നിങ്ങൾ മാത്രമേ ഹേർട്ടായിട്ടുള്ളൂ എന്ന്. പക്ഷേങ്കിൽ ഏതൊരു മനുഷ്യനും ഏതൊരു വ്യക്തിയും ഒരു മനുഷ്യനാണല്ലേ. അവർക്ക് ഇമോഷൻസ് ഉണ്ടാവും, ഫീലിങ്സ് ഉണ്ടാവാം. ചിലരത് എക്സ്പ്രസ് ചെയ്യും, ചിലരത് എക്സ്പ്രസ് ചെയ്യാറില്ല. ചിലർ ആ ഒരു കാര്യത്തിനെ ഭയങ്കര ഇൻറ്റൻസ് ആയിട്ട് ടു ഇമോഷണലായിട്ട് ഉള്ളിലേക്ക് എടുക്കും. ചില ആളുകൾ അതിൻ്റെ കർമ്മഫലമാണെന്നുള്ള രീതിക്ക് ആക്സെപ്റ്റ് ചെയ്ത് അവയർനെസ്സിൽ വന്ന് ഫോർഗീവ്നെസ് കൊടുത്ത് മുന്നോട്ട് പോകുന്നുണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള ആളുകൾ നമ്മുടെ ഈ ഒരു ലോകത്തുണ്ടല്ലേ. അപ്പോൾ ഈ ഒരു എനർജീസ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത് ഈ സെയിം തന്നെയാണ്. നിങ്ങളുടെ വ്യക്തിക്ക് ഹേർട്ടായിട്ടുണ്ട്. ഈ ഒരു വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒത്തിരിയധികം ഡിസപ്പോയിൻമെൻറ്റ്സ് ഈ ഒരു വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ട്. അതും ഒരു റീസൺ ആണ് നിങ്ങളുടെ അടുത്തേക്ക് വരാതിരിക്കാനുള്ള. കാരണം ഓൾറെഡി ഒരു വ്യക്തി ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. ഈ ബുക്ക് ഞാൻ ഓൾറെഡി വായിച്ചതായതുകൊണ്ട് തന്നെ ഈ ഒരു പേജിൽ ഇത് ഇനി പുതിയതായിട്ടൊന്നും എഴുതിയിട്ടുണ്ടാവില്ല. ഇങ്ങനെ തന്നെ ആയിരിക്കും സ്റ്റോറി പോയിക്കൊണ്ടിരിക്കുക എന്നുള്ളൊരു ചിന്തയാണ് ഈ ഒരു വ്യക്തിക്ക്.
ഇവർ മാരീഡ് ആയിരിക്കാം, ഒരു പക്ഷേ റീസെൻ്റ് ആയിട്ടൊക്കെ ആയിരിക്കാം മാരീഡ് ആയത്, മാരിറ്റൽ റിലേഷൻഷിപ്പ് ആയിരിക്കാം ഇത്. ഓക്കെ, പക്ഷേ ഇവരുടെ ലൈഫിൽ ഓപ്ഷൻസ് ഉണ്ടെങ്കിലും ഇവർ മാരീഡ് ആണെങ്കിലും ഇവർ ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ളത് നിങ്ങളുടെ അടുത്താണ്. ഐ ഡോണ്ട് നോ വൈ, പക്ഷേ ഈ കാർഡ്സ് എനിക്ക് അവിടെ ഇതാണ് കാണാൻ പറ്റുന്നുള്ളത്. ഈ ഒരു കാർഡ്സിൽ ഈ റിലേഷൻഷിപ്പിൽ ഒരു സോളിഡ് ഫൗണ്ടേഷൻ വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പ് സ്റ്റേബിളായിട്ട് ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പ് ഈ ഒരു വ്യക്തിക്ക് വേണം, അതാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. സോളിഡായിട്ട് ഈ റിലേഷൻഷിപ്പ് ഉണ്ടാവണം കൂടെ എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണത്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ മേ ബി എന്തെങ്കിലും സാഹചര്യങ്ങൾ അതുപോലെ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടായപ്പോൾ നിങ്ങളുടെ വാല്യൂ ഒരു പക്ഷേ ഈ ഒരു വ്യക്തിക്ക് മനസ്സിലായിട്ടുണ്ടാവാം. ഓക്കെ, അതായിരിക്കാം ഒരു പക്ഷേ ഉള്ളൊരു റീസൺ എന്ന് പറയുന്നത്. എന്തായാലും ഈ ഒരു കണക്ഷന് നിങ്ങളെ കാണണം എന്നുള്ളൊരു ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് ഈ ഒരു വ്യക്തി ഉള്ളത്. ഇവർക്ക് നിങ്ങളെ കാണണം എന്നാണ് ഇവർ വിചാരിക്കുന്നത്. ഒരു വിത്തിൻ 6 to 7 monthസിനുള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയായിട്ടൊരു നേരിട്ട് മീറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഇവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്തിട്ട് പറയും എനിക്ക് നിന്നെ ഒന്ന് കാണണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ട് എന്നൊക്കെ ഈ ഒരു വ്യക്തി പറയും. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഇവർ പല കാര്യങ്ങളും നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഈ സെപ്പറേഷൻ ഫേസിൽ അവർ എത്രമാത്രം സഫർ ചെയ്തു, നിന്നെ ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ മാരേജ് ചെയ്ത് പോയാലും അല്ലെങ്കിൽ ഞാൻ വേറൊരു റിലേഷൻഷിപ്പിലാണെങ്കിൽ പോലും എപ്പോഴും എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നീ തന്നെ ആയിരുന്നു. ജോലി ചെയ്യുന്ന ടൈമിലും ഒക്കെ നീ തന്നെ ആയിരുന്നു. കരിയറിലൊക്കെ ഫോക്കസ് ചെയ്ത് ഒത്തിരി മൈൻഡ് ഡൈവേർട്ട് ചെയ്യാൻ ട്രൈ ചെയ്തെങ്കിലും എപ്പോഴും നീ തന്നെ ആയിരുന്നു എൻ്റെ ഉള്ളിൽ എന്നൊക്കെ ഈ ഒരു വ്യക്തി പറയാനുള്ള ചാൻസസ് ഉണ്ട്. ഇവരുടെ ഉള്ളിൽ ഇവർ പറയാനായിട്ട് കുറേ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളോട്. വിത്ത് ദിസ് 9 of Wands നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവർ ഭയങ്കര ഡിപ്രസ്ഡ് ആണല്ലേ. സോ ചില ടൈമിൽ ഇത് ഒട്ടും ലൈറ്റ് വരില്ല ഈ റിംഗ് ലൈറ്റിൽ. ചില സമയത്ത് ഇത്രയും ലൈറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ കാർഡ്സ് പോലും കാണുന്നുണ്ടാവില്ല. എന്താണെന്നറിയില്ല. ഈ ഒരു വ്യക്തിക്ക് ഭയങ്കര റിഗ്രഷനുണ്ട് ഈ ഒരു ടൈമിൽ നിങ്ങളോട് ചെയ്തു പോയതിന്. മേ ബി നിങ്ങൾക്ക് ഈ ഒരു വ്യക്തി കമ്മിറ്റ്മെൻ്റ് ഒക്കെ തരാതിരുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഭയങ്കര റിഗ്രഷനുണ്ട്. നിങ്ങളുടെ അടുത്ത് കമ്മിറ്റഡ് ആയിട്ട് ഇരിക്കേണ്ടതായിരുന്നു, നിങ്ങളുടെ അടുത്തൊരു ആക്ഷൻ എടുക്കേണ്ടതായിരുന്നു, നിങ്ങളെ മാരീഡ് ചെയ്യേണ്ടതായിരുന്നു എന്നൊക്കെ ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട് ഈ ഒരു ടൈമിൽ. അതെപ്പോഴാണ് ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു ചിന്ത വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ ഒരു വ്യക്തിക്ക് ഇവരുടെ മാരേജിന് ശേഷമായിരിക്കാം, അല്ലെങ്കിൽ ഇവർ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയതിന് ശേഷമായിരിക്കാം ഈ ഒരു വ്യക്തി ഇപ്പം ചിന്തിക്കുന്നത് നിങ്ങളെന്നുള്ളൊരു വ്യക്തി അത്രയും ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. നിങ്ങൾ വളരെ ഈ റിലേഷൻഷിപ്പ് അങ്ങനെ വിട്ട് കളയണ്ടായിരുന്നു. ഇവർ പലപ്പോഴും നിങ്ങളുടെ കൂടെ കണക്ഷനിൽ നിന്ന സമയത്ത് ഇവർ ചിന്തിച്ചൊരു കാര്യമാണ്, ഇത് വർക്കൗട്ട് ആവുന്നൊരു റിലേഷൻഷിപ്പൊന്നും അല്ല, ഇത് വർക്കൗട്ട് ആവില്ല, ഒരു കാലത്ത് എത്ര എഫോർട്ട് ഇട്ടാലും എന്തൊക്കെ ചെയ്താലും ഇത് വർക്കൗട്ട് ആവില്ല എന്നുള്ളൊരു മുൻവിധിയിലായിരിക്കാം ഒരുപക്ഷെ ഈ ഒരു വ്യക്തി പലപ്പോഴും ഈ റിലേഷനെ അപ്രോച്ച് ചെയ്തിട്ടുള്ളത്, നോക്കിക്കണ്ടത്. അതായത് എപ്പോഴും ഈ ഒരു വ്യക്തി എന്താ പറയുക, ഏതൊരു ടൈമിലും ഈ റിലേഷൻഷിപ്പിൽ എങ്ങനെ ഹോപ്പുകൾ ഇല്ലാതിരിക്കാം എന്നുള്ള ഒരു എനർജിയിൽ ഇരുന്നിട്ടുണ്ടാവാം. അതല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ കൂടെ കമ്മിറ്റഡ് ആവണം എന്നുള്ളൊരു തീരുമാനമായി കണ്ടെടുത്തിട്ടുണ്ടാവില്ല. ഓക്കെ, ബിക്കോസ് എപ്പോഴും ഈ ഒരു വ്യക്തി ചിന്തിച്ചത് ഈ ഒരു കണക്ഷൻ ഒരു വകുപ്പില്ലാത്തൊരു കാര്യമാണ്, അതുകൊണ്ട് ഇതിൽ എത്ര ഇൻവെസ്റ്റ് ചെയ്യുന്നു അത്രമാത്രം ഫ്ലോപ്പായിട്ടേ പോവുള്ളൂ, ഇത് മുന്നോട്ടേക്ക് പോയാലും എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു എനർജിയിലായിരിക്കും ഈ ഒരു വ്യക്തി നിന്നത്. മേ ബി ഈ ഒരു വ്യക്തി, നിങ്ങൾ ഈ ഡീൽ ചെയ്യുന്ന വ്യക്തി ഒത്തിരിയധികം ചിന്തിക്കുന്ന ഒരാളാണ്, വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരാളാണ്, ഇമോഷണലാണ്, പക്ഷെ ഭയങ്കരമായിട്ടും ഈ ഒരു വ്യക്തി ഭയങ്കരമായിട്ടും ഓവർ തിങ്ക് ചെയ്യുന്ന ഒരാളാണ്. അതായത് ഈ ഒരു വ്യക്തി ഭയങ്കരമായിട്ടും ഫ്യൂച്ചറിനെ ചിന്തിച്ച് കൂട്ടുന്ന ഒരാളായിട്ടാണ് എനിക്കിവിടെ കാണുന്നത്. അതായത് ഇന്നൊരു പ്രശ്നം ഉണ്ടായെങ്കിൽ നാളെ ഫ്യൂച്ചറിൽ ഇത് സംഭവിക്കും എന്നുള്ള രീതിക്കാണ്. അതായത് ലിവ് ഇൻ ദ മൊമെൻ്റ് എന്നുള്ളൊരു എനർജി ഉണ്ടല്ലോ, അങ്ങനെ ഒരു എനർജിയിൽ ഈ ഒരു വ്യക്തിക്ക് നിൽക്കാൻ പറ്റുന്നില്ല. അതായത് മേ ബി ഇത് ഇവരുടെ സൊസൈറ്റി പാറ്റേൺ ആയിരിക്കാം, ഇവരുടെ ഫാമിലി ഒരു ട്രഡീഷണൽ ഫാമിലി ആയിരിക്കും, ഇവരുടെ ഫാമിലി വഴി ഇങ്ങനെ ക്യാരി ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളും സൊസൈറ്റി പാറ്റേൺസും ഈ ഒരു വ്യക്തിക്ക് ഉണ്ടാകും. മേ ബി ഈ ഒരു വ്യക്തി ഒരു എന്താ പറയുക ഒരു 21st ഈ ഒരു സെഞ്ച്വറിയിൽ തന്നെയാണ് ഉള്ളതെങ്കിൽ പോലും ഇവരുടെ തോട്ട്സുകൾ വളരെയധികം പഴയ ഒരു തോട്ട്സ് ആയിട്ടാണ് എനിക്കിവിടെ കാണുന്നുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ 10 of Pentacles വന്നിട്ടുള്ളത്. അതായത് ഇവരുടെ ഫാമിലിയിൽ നിന്ന് ക്യാരി ചെയ്ത് കിട്ടിയിട്ടുള്ള ചില റൂൾസ് റെഗുലേഷൻസ്, മേ ബി ഇവരുടെ ഫാദർ ഗ്രാൻഡ് പേരൻസ് ഒക്കെ ഫോളോ ചെയ്ത് വന്നിട്ടുള്ള സെയിം ട്രഡീഷൻ ആയിരിക്കും ഈ ഒരു വ്യക്തി ഇങ്ങനെ ഫോളോ ചെയ്ത് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ഇവരുടെ ഫാമിലിയിലുള്ള എല്ലാവരും ഇങ്ങനെ അറേഞ്ച് മാരേജ് ചെയ്ത് പോയിട്ടുള്ള ആളുകളായിരിക്കാം. സോ ഈ ഒരു വ്യക്തിയിലും അത് തന്നെയാണ് ഇവർ ഫോളോ ചെയ്ത് വന്നിട്ടുള്ളത്.
അതാണ് എനിക്കിവിടെ കാണാൻ പറ്റിയത്. അത് മാത്രമല്ല ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ കാണാൻ പറ്റുന്നൊരു കാര്യമാണ് ഈ ഒരു ജഡ്ജ്മെൻറ്റിൻ്റെ കാർഡിൽ വിത്ത് ചാരിയറ്റ് വന്നിട്ടുണ്ട്. ചാരിയറ്റിനൊക്കെ ക്ലാരിഫൈ ചെയ്ത് 5 ഓഫ് കപ്സ് ആൻഡ് പ്ലസ് ഇവിടെ 8 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. പ്ലസ് ഇവിടെ നമ്മുടെ ഈസ് ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. സോ ഈ കാർഡ്സ് എല്ലാം പറയുന്നൊരു കാര്യവും ഒത്തിരി മെസ്സേജസ് വരുന്നുണ്ട്. അപ്പം ഈ ഒരു മെസ്സേജസിലൊക്കെ എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം, ഇവരുടെ ലൈഫിൽ നിങ്ങളെയും ഈ ഒരു വ്യക്തിയുടെ ലൈഫിലുള്ള കറൻ്റ്ലി ഉള്ള ഒരു സ്പെസിഫിക് ആയിട്ടുള്ള അവരുടെ സ്പൗസ് ആയിരിക്കാം, കറണ്ട് പാർട്ട്ണർ ആയിരിക്കാം, ആരാണെങ്കിലും ഒരു വ്യക്തിയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴേക്കും ഇവർക്ക് ഭയങ്കര റിഗ്രഷൻ തോന്നുന്നുണ്ട്. അന്ന് ഞാൻ ആ ഒരു റിലേഷൻഷിപ്പിൽ കമ്മിറ്റഡ് ആവേണ്ടതായിരുന്നു. അവിടെയും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ശരിക്കും ഇത് തന്നെയായിരുന്നു എനിക്ക് എൻ്റെ ലൈഫിൽ ആവശ്യം, എനിക്ക് ഈ ഒരു പാർട്ട്ണറിനെ തന്നെയായിരുന്നു എൻ്റെ ലൈഫിൽ ആവശ്യം, ഈ ഒരു മാരേജ് തന്നെയായിരുന്നോ ഞാൻ ആഗ്രഹിച്ചത്, ഇങ്ങനൊരു ലൈഫായിരുന്നോ ഞാൻ ആഗ്രഹിച്ചത് എന്നൊക്കെ ഉള്ളൊരു കുറേ ക്വസ്റ്റ്യൻസ് ഈ ഒരു വ്യക്തി ഇയാളോട് തന്നെ ചോദിക്കുന്നുണ്ട്. അതായത് നമ്മൾ പറഞ്ഞില്ല എല്ലാം ഉണ്ടായിട്ട് പോലും ഒന്നുമില്ല എന്നൊക്കെ പറയില്ലേ, എന്ന് പറഞ്ഞ പോലത്തെ എനർജിയാണ്. മേ ബി അവിടെ ഒത്തിരി അധികം ബോണ്ടിങ്സും കാര്യങ്ങളും ഒക്കെ എന്തെങ്കിലുമൊക്കെ പക്ഷേ ഒരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരിക്കാം, നല്ലൊരു സ്നേഹവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കാം. ബട്ട് സ്റ്റിൽ അവിടെ എന്തെങ്കിലും ഇറ്റ്സ് ലൈക്ക് എന്നിട്ടും ആ ഒരു ടൈമിൽ ഇവരോട് ചോദിക്കുന്നത് ശരിക്കും എനിക്ക് ഇത് തന്നെ ആയിരുന്നോ വേണ്ടിയിരുന്നത്. പക്ഷെ ഇവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഹാപ്പിനെസ് ഒന്നുമില്ല. ആസ് എ റെസ്പോൺസിബിലിറ്റി എന്നുള്ള രീതിയിൽ ഞാൻ ഹാപ്പിയാണ്, ഫൈനാണ് എന്നുള്ളതൊക്കെ ഒരു എനർജിയിൽ നിൽക്കുക എന്നുള്ളതല്ലാതെ ഇവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഹാപ്പിനെസ് ഉള്ളതായിട്ട് എനിക്കിവിടെ കാണുന്നില്ല. ഓക്കെ, ഇവർ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും ഈ ഒരു ബന്ധത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, നിങ്ങളെക്കുറിച്ചിട്ട് ചിന്തിക്കുമ്പോൾ ഒരു നഷ്ടബോധമാണ് ഫീൽ ചെയ്യുന്നത്, ഒരു റിഗ്രഷനാണ് ഫീൽ ചെയ്യുന്നത്. അതായത് ഇവർ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, എന്തുകൊണ്ട് ഞാൻ ആ ഒരു റിലേഷൻഷിപ്പിൽ അന്ന് വർക്കൗട്ട് ആവില്ല എന്നുള്ള രീതിക്ക് ഞാൻ ഇരുന്നത് എന്തുകൊണ്ടാണ്, അത് ഞാൻ എഫോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഈ ഒരു അവസ്ഥയിലേക്ക് വരില്ലായിരുന്നു, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ ഇവിടെ ക്രിയേറ്റ് ആവില്ലായിരുന്നു എന്നുള്ളൊരു എനർജിയിൽ ഈ ഒരു വ്യക്തി നിൽക്കുന്നുണ്ട്. ഇവർക്ക് റിഗ്രഷൻ തോന്നുന്നുണ്ട്, അത് നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തരേണ്ടതായിരുന്നു, നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഒരു തീരുമാനം എടുക്കേണ്ടതായിരുന്നു, നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ അവർ ചിന്തിച്ചു കൂട്ടിയ കാര്യങ്ങൾ അല്ലെങ്കിൽ അവരെടുത്തിട്ടുള്ള ഡിസിഷൻസ് അല്ലെങ്കിൽ ആ ഒരു തീരുമാനങ്ങൾ അത് ഒന്നുകൂടി ഈ ഒരു വ്യക്തി ഭയങ്കരമായിട്ടും റീചെക്ക് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ പറയത്തില്ലേ ഇങ്ങനെ ആലോചിച്ച് ഭയങ്കരമായിട്ടും പഴയതായിട്ടുള്ള ഈ റിലേഷൻഷിപ്പിൽ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളിലേക്കും ചിന്തിച്ച് കൂട്ടുന്നുണ്ട്. അതായത് ഓരോ കാര്യങ്ങളും ഈ ഒരു വ്യക്തി നിങ്ങളുടെ ഭാഗത്തുള്ള കാര്യങ്ങളും അവരുടെ ഭാഗത്തുള്ള മിസ്റ്റേക്സുകളും റിലേഷൻഷിപ്പിൽ ചെയ്യാതെ പോയ കാര്യങ്ങളും ചെയ്ത കാര്യങ്ങളും എല്ലാം തന്നെ ഈ ഒരു വ്യക്തി ഇങ്ങനെ ക്ലിയർ ആയിട്ട് ഇങ്ങനെ സൂക്ഷ്മമായിട്ട് അതിനെ ഇങ്ങനെ സ്കാൻ ചെയ്ത് മനസ്സിലാക്കുന്നുണ്ട്. അതിൽ ഈ ഒരു വ്യക്തിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ്, ഇവർ ഭയങ്കരമായിട്ടും ഈ റിലേഷൻഷിപ്പ് വർക്കൗട്ട് ആവില്ല എന്നുള്ള രീതിക്ക് ഇവർ ഭയങ്കര ജഡ്ജ്മെൻറ്റിൽ നിന്നു എന്നുള്ളൊരു കാര്യം ഈ ഒരു വ്യക്തിക്ക് മനസ്സിലാവുന്നുണ്ട്. ആൻഡ് ഈ റിലേഷൻഷിപ്പ് വർക്കൗട്ട് ആവില്ല എന്നുള്ളൊരു തോട്ട്സ് തുടക്കം മുതലേ ഈ ഒരു വ്യക്തിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം റിയലൈസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ഒരു വ്യക്തിക്ക് അതിൽ റിഗ്രഷൻ ഉണ്ട് എന്നുള്ള രീതിക്ക്. നിങ്ങൾ ഡീൽ ചെയ്യുന്ന വ്യക്തി ആരാണെങ്കിലും നല്ല രീതിക്ക് റിഗ്രഷൻ ഉണ്ട് ഇവിടെ. നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ഇപ്പം നിങ്ങളെ മീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ഇങ്ങനൊരു തോട്ട്സ് വരുമ്പോൾ തന്നെ അവർക്ക് ഭയങ്കര റിഗ്രഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് ആ ഒരു റിഗ്രഷൻ ഈ ഒരു വ്യക്തിക്ക് വരുന്നുണ്ട് ഭയങ്കരമായിട്ടും ഇൻറ്റൻസ് ആയിട്ടും. ഏറെക്കുറെ ഈ റിലേഷൻഷിപ്പിനെ ഇങ്ങനെ നമ്മൾ പറയത്തില്ലേ അവസാനിപ്പിച്ച് കളഞ്ഞാണെന്ന് പറയില്ലേ, എന്ന് പറഞ്ഞ ഒരു അവസാനിപ്പിച്ച് കളഞ്ഞൊരു മട്ടും ഭാവമാണ് എനിക്കിവിടെ കാണുന്നത്. മനഃപൂർവ്വം ഈ ഒരു റിലേഷൻഷിപ്പ് അവർ കട്ട് ചെയ്തതാണ്. ലൈക്ക് ഇത് വർക്കൗട്ട് ആവില്ല, ഇത് ശരിയാവത്തില്ല, മുന്നോട്ട് പോകുമ്പോൾ ഇത് പക്ക ഫ്ലോപ്പ് ആയിരിക്കും ഈ ഒരു വ്യക്തി ഓവർ തിങ്ക് ചെയ്തോ. ഇതിനെക്കുറിച്ച് ഒത്തിരി അധികം അയാൾ ഓവർ തിങ്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു നിങ്ങൾ ഡീൽ ചെയ്തത് മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും ഈ ഒരു വ്യക്തി ഒരു കണക്ഷനെ കുറിച്ച് ഒത്തിരി ഓവർ തിങ്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇവർക്ക് ഓവർ തിങ്ക് ചെയ്ത് ഫൈനലി കിട്ടിയിട്ടുള്ള റിസൾട്ട് അത് നെഗറ്റീവാണ്. ആൻഡ് ആ റിസൾട്ടിൻ്റെ ഭാഗമായിട്ടാണ് അവരവരുടെ ലൈഫിലേക്ക് പുതിയൊരു പാർട്ട്ണറിനെ ചൂസ് ചെയ്തിട്ടുണ്ടാവാം, അല്ലെന്നുണ്ടെങ്കിൽ അവർ വേറൊരു മാരേജ് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഇവർ അവരുടെ സ്പൗസിൻ്റെ അടുത്തേക്ക് റിട്ടേൺ പോകാം എന്നുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ടാവാം. നിങ്ങളെ വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിൻ്റെ പിന്നിൽ അവരുടെ ഓവർ തിങ്കിങ്സ് തന്നെയാണ്. അതായത് നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഓവർ തിങ്കിങ്സ് നമ്മൾ ചെയ്യുമ്പോഴേക്കും ഓവർ തിങ്കിങ്സ് ഒന്നും റിയൽ ആവണമെന്നില്ല, അതൊക്കെ ഒരു മായയാണല്ലേ. നമ്മൾ സമാധാനമായിട്ടിരിക്കുന്ന ടൈമിൽ മാത്രമാണ് നമുക്ക് ശരിക്കും ഉള്ളൊരു റിയാലിറ്റി കാണാൻ പറ്റുന്നത്, എക്സാക്ട്ലി എന്താണെന്നുള്ളത്. പിന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് മെസ്ഡപ്പ് ആയതിൻ്റെ പിന്നിൽ ഈ ഒരു വ്യക്തിയുടെ മിസ്റ്റേക്സ് മാത്രമൊന്നുമല്ല, നിങ്ങളുടെ മിസ്റ്റേക്കും ഉള്ളതായിട്ട് എനിക്കിവിടെ കാണുന്നുണ്ട്. പക്ഷേങ്കിൽ ആ ഒരു മിസ്റ്റേക്സ് ഉണ്ടാകുമ്പോൾ പോലും ഈ ഒരു സ്പെസിഫിക് എനർജീസ് എല്ലാ റിലേഷൻസിലും ഇഷ്യൂസുകൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ ഒരു വ്യക്തി ചിന്തിച്ചെന്താണെന്ന് വെച്ചാൽ ഇയാൾക്ക് എപ്പോഴും എല്ലാത്തിലും ഒരു പെർഫെക്ഷൻ വേണ്ട ഒരു വ്യക്തിയാണ്. ബോട്ടം കാർഡ് കണ്ടില്ലേ, ഇത് കണ്ടോ,
പെർഫെക്ഷൻ വേണം, നല്ലത് വേണം, നല്ലത് വേണം എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ നമ്മൾ 6 ഓഫ് കപ്സിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ എല്ലാ കപ്സിലും മികച്ചതായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടല്ലേ. ഇപ്പം ഒരു കപ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡയമണ്ട്സ് ഉണ്ട്, ഒരു കപ്സിൽ നോക്കുകയാണെങ്കിൽ ഗോൾഡ് ഉണ്ട്, ഒരു കപ്സിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള പല പല കാര്യങ്ങളും ഉണ്ട്. അതിൽ ടോക്സിക് ആയിട്ടുള്ളത് കൊണ്ട്, ഇൻടോക്സിക് ആയിട്ടുള്ളത് കൊണ്ട് എല്ലാ കാര്യങ്ങളും ഈ ഒരു വ്യക്തി ഒരു മായയിലാണ് പെട്ടിട്ടുള്ളത് ഈ റിലേഷൻ എന്ന സമയത്ത്. അതായത് ഭയങ്കരമായിട്ട് മായയിലാണ് ഈ ഒരു വ്യക്തി പെട്ടിട്ടുണ്ടായിരുന്നത്. അതായത് ഇവർക്ക് മികച്ചത് തേടി 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 പോയിട്ടുള്ള യാത്രയിൽ ആ ഒരു മികച്ചത് കിട്ടും എന്നുള്ള ഒരു ചിന്തയായിരുന്നു എപ്പോഴും ഈ ഒരു വ്യക്തിയുടെ ഉള്ളിലുള്ളത്. സോ അങ്ങനെ തേടിപ്പോയി 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 ഇവർക്ക് നിങ്ങൾ ബെറ്റർ അല്ല എന്നുള്ളൊരു ചിന്തയിലേക്ക് വന്നു. സോ നിങ്ങൾ ഓക്കെ അല്ല, നിങ്ങൾ ശരിയല്ല, നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പും വർക്കൗട്ട് ആവില്ല എന്നുള്ളൊരു ചിന്തയിലേക്ക് ഈ ഒരു വ്യക്തി വന്നപ്പോഴേക്കും മികച്ചതായിട്ടുള്ള നല്ല നല്ല പ്രപ്പോസൽസ് ഈ ഒരു വ്യക്തിക്ക് വന്നപ്പോൾ ഇവരത് ചൂസ് ചെയ്തു, നിങ്ങളെ റിജക്റ്റ് ചെയ്തു. അങ്ങനെ ഒരു വ്യക്തി അവരുടെ ലൈഫ് സെറ്റിൽ ആക്കിയിട്ടുണ്ടാവാം. അവർ ആ ടൈമിലും ഭയങ്കര ഹാപ്പി ആയിരുന്നായിരിക്കും, ലൈക്ക് കുറച്ചുകൂടെ ലൈഫ് ബെറ്റർ ആയല്ലോ, ഒരു കംപ്ലീഷൻ ലെവലിലേക്ക് പോയല്ലോ എന്നുള്ളത്. പക്ഷെ ആഫ്റ്റർ മാരേജിന് ശേഷമാണ് ഈ ഒരു വ്യക്തി ഇവരോട് തന്നെ ഇപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ശരിക്കും എനിക്കിത് തന്നെയായിരുന്നോ വേണ്ടിയിരുന്നത്, അങ്ങനെ എനിക്കിത് തന്നെയാണ് വേണ്ടിയിരുന്നെങ്കിൽ ഞാൻ പിന്നെന്തിനാണ് ഇപ്പോൾ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ചിട്ട് തന്നെ ഇവരുടെ ഉള്ളിൽ നിങ്ങളുണ്ട്. 24/7 ഈ ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങളുണ്ട്. അത് ശരിക്കും നിങ്ങൾ ഇവരുടെ ലൈഫിൽ എന്ത് റോളാണ് വഹിച്ചിരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു വ്യക്തിയുടെ ആരാണ് എന്നുള്ള ഒരു ചോദ്യം ഈ ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഇപ്പോഴും ഉള്ളതായിട്ട് എനിക്കിവിടെ കാണുന്നുണ്ട്. ഓക്കെ, മേ ബി ഒരു വ്യക്തി മാരേജൊക്കെ ചെയ്ത് സെറ്റിലായിട്ടുണ്ടെങ്കിൽ പോലും അവരുടെ ഉള്ളിൽ അവർക്ക് ഭയങ്കര റിഗ്രഷനും ഉണ്ട്. നിങ്ങളോട് ചെയ്തു പോയത് ഏതോ ഒരു ലെവലിൽ തെറ്റായി പോയി എന്നുള്ളൊരു ചിന്തയും ഈ ഒരു വ്യക്തിയുടെ ഉള്ളിലുണ്ട്. അതായത് ഇപ്പം നിങ്ങളെ മീറ്റ് ചെയ്യുന്ന ഒരു ചിന്ത വരുമ്പോൾ തന്നെ ഇവരുടെ ഉള്ളിൽ ആദ്യം വരുന്ന ഒരു കാര്യമാണ്, ഞാൻ ചെയ്തത് തെറ്റായി പോയില്ലേ, ഞാൻ കമ്മിറ്റ്മെൻറ്റ് കൊടുക്കാതിരുന്നത് തെറ്റായി പോയില്ലേ എന്നൊക്കെ ഉള്ളൊരു ചിന്ത ഈ ഒരു വ്യക്തിയുടെ ഉള്ളിൽ വരുന്നുണ്ട്. അതായത് പെർഫെക്ഷൻ എല്ലാത്തിലും പെർഫെക്ഷൻ വേണമെന്നുള്ളൊരു ചിന്തയാണ്. അതായത് ഈ ഒരു വ്യക്തി എവിടെയും ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാവില്ല, അതായത് ഒത്തിരി പേരെ ഡേറ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് കണക്റ്റഡ് ആയിട്ടിരുന്ന സമയത്ത് ഒരു നിങ്ങൾക്ക് കമ്മിറ്റ്മെൻ്റ് ഒന്നും തന്നിട്ടുണ്ടാവില്ല, ഒരു നോൺ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം മേ ബി. ബിക്കോസ് ഇവർ കുറേ ഓപ്ഷൻസ് എക്സ്പ്ലോർ ചെയ്ത് ഡീൽ ചെയ്ത് വന്നിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തി എപ്പോഴും ബെറ്റർ ആയിട്ടുള്ളത് ചൂസ് ചെയ്യണം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഒരു ഫാമിലി ഭയങ്കര ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഫാമിലിയാണ്. അതായത് ആ ഒരു ഫാമിലിയിൽ ഇങ്ങനെ അറേഞ്ച് മാരേജ് എന്നുള്ളൊരു പാറ്റേൺ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് ഇവരുടെ ഫാമിലി തീരുമാനിച്ച ഒരാളെ തന്നെ ആയിരിക്കും ഈ ഒരു വ്യക്തി മാരേജ് ചെയ്തത്. ഓഫ് കോഴ്സ് ആ ഒരു വ്യക്തിക്കത് പെർഫെക്റ്റ് നിങ്ങളെ കഴിഞ്ഞ് കുറച്ചുകൂടെ ബെറ്റർ ആണെന്ന് വിചാരിച്ചിട്ടുണ്ടാകും. എല്ലാവരും യൂണീക്ക് അല്ലേ അല്ലേ, നമുക്ക് ആരെയും റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഏതൊരു വ്യക്തിനെ നമുക്ക് റീപ്ലേസ്, പണ്ട് നമ്മുടെ മറ്റേ മൂവിക്കകത്ത് പറഞ്ഞതുപോലെ ആരും പകരക്കാരനാവാൻ പറ്റില്ലല്ലോ, അങ്ങനെ കണ്ടല്ലേ, ആർക്കും ആരെയും പകരം വയ്ക്കാൻ പറ്റില്ല അല്ലേ. ശരിയായിട്ടുള്ളൊരു കാര്യമാണത്. ഏതൊരു വ്യക്തിയും യുണീക്കാണ്. അപ്പം നമുക്ക് ആ യുണീക്കായിട്ടുള്ള ക്യാരക്ടറിൽ നമുക്ക് ആരെയും റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏതൊരു വ്യക്തിയെ, നിങ്ങളെ സ്നേഹിക്കുന്ന ഏതൊരു വ്യക്തിയാണെങ്കിലും നിങ്ങൾക്ക് അവരെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ തന്നെ ചൂസ് ചെയ്യുക. അവരെ കഴിഞ്ഞ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ആളുകളാണ് വേണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ബെറ്റർ ആയിട്ടുള്ള വേർഷൻസിനെ ചൂസ് ചെയ്യുക. ആൻഡ് എൻജോയ് ഇറ്റ്. ലൈഫ് നമ്മളുടെ ചോയ്സസ് ആണല്ലേ. ആൻഡ് നിങ്ങൾ ഈ ഒരു സെൻസിലാണ് മാരേജ് ചെയ്യുന്നതല്ല സെറ്റിൽ ആവുന്നത്, ലൈക്ക് കുറച്ചുകൂടെ ബെറ്റർ കിട്ടും, അല്ലെന്നുണ്ടെങ്കിൽ എന്താണ് ഈ ചില ആളുകൾ, എൻ്റെ അടുത്ത് മിക്ക ക്ലയൻസും വരുന്നുണ്ട്, ഞാൻ വേറൊരു റിലേഷൻഷിപ്പിൽ ആയിക്കഴിഞ്ഞാൽ എനിക്ക് ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഒരു വ്യക്തിയെ മറക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് വേറൊരു റിലേഷൻഷിപ്പിലേക്ക് ആവണം എന്നുള്ളത്. അത് ശുദ്ധ മണ്ടത്തരാണ്. നിങ്ങൾ ആ ഒരു വ്യക്തിയിലും പോയി തേടുന്ന ഉറപ്പായിട്ട് നിങ്ങളുടെ ആ ഒരു മനസ്സിലുള്ള ഒരു സ്പെസിഫിക് വ്യക്തിയെ തന്നെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ ക്വാളിറ്റീസ് അവിടെ സാറ്റിസ്ഫൈഡ് അവിടെ നിന്നിട്ടുള്ള ഒരു വ്യക്തി നിങ്ങൾ അൺഹീൽഡ് ആയിട്ട് ആ പാറ്റേൺ പോലും ക്ലിയർ ചെയ്യാതെ വേറൊരു റിലേഷനിലേക്ക് പോകുമ്പോൾ സെയിം പാറ്റേൺ ആയിരിക്കും റിപ്പീറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അവിടെ നിന്നും ഒരു ഹാപ്പിനെസ് കിട്ടാൻ പോകുന്നില്ല, അവിടെ നിങ്ങൾക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, ഹീലേഴ്സൊക്കെ പറയുന്ന ഒരു കാര്യമാണ്, ഏതൊരു റിലേഷൻഷിപ്പിൽ പോയാലും അത് ഹീലായതിനു ശേഷം വേണം, പൂർണ്ണമായിട്ട് അത് ഹീലായി അതിന് ശേഷം വേണം നിങ്ങൾ വേറൊരു റിലേഷൻഷിപ്പിലേക്ക് പോകാൻ. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഉണ്ടാവില്ല, ഇവിടെ ഉണ്ടാവില്ല, ആ ഒരു അവസ്ഥയിൽ ലൈഫ് പോവും. ഇപ്പം ഏതൊരു വ്യക്തിയും ഒരു ലെസൺ തരുന്നുണ്ടാവും, ഒന്നെങ്കിൽ അത് ബ്ലെസ്സിങ്സ് ആയിരിക്കും. ഇപ്പോൾ ഈ ഒരു ലൈഫ് ടൈമിൽ നമുക്ക് ലെസൺ ഏതാണ്, ബ്ലെസ്സിങ്സ് ഏതാണെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത സമയവും കൂടിയാണല്ലേ, കലികാലമാണല്ലേ. സോ അപ്പം അതും ഒരു പ്രശ്നമാണല്ലേ. അപ്പോൾ ഹീൽ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ മേ ബി ഈ ഒരു വ്യക്തിയും
മിക്കവരും എല്ലാവരും അത് ശുദ്ധ മണ്ടത്തരാണ്. നിങ്ങൾ ഒരു വ്യക്തിയെ മറക്കാൻ വേണ്ടിയാണ് വേറൊരു വ്യക്തിനെ നിങ്ങൾ സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ മാരി ചെയ്യുന്നതെന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. നമ്മളൊരു വ്യക്തിയെ മറന്നു കളയുന്നില്ല അല്ലേ, നമ്മളൊരു വ്യക്തിയിൽ നിന്ന് മൂവ് ചെയ്യുന്നില്ല. പക്ഷെ അവിടെ നമ്മുടെ ഒരു ഇമോഷണൽ ലെവലിൽ അല്ലെങ്കിൽ അവരുമായിട്ട് കണക്ട് ആയിട്ടുള്ള എല്ലാ ഷാഡോ സെൽഫിനെ നമ്മൾ ഹീൽ ആകുമ്പോഴാണ് ഒരു ഡിറ്റാച്ച്മെൻറ്റ് വരുന്നത്. ഓക്കെ, സോ എനിക്ക് ഈ ഒരു റീഡിങ്സിൽ എനിക്കിതാണ് ഏറ്റവും വലിയൊരു ലെസൺ ആയിട്ട് ഫീൽ ചെയ്യുന്നത്. മേ ബി നിങ്ങളെ മറക്കാനായിരിക്കും ഈ ഒരു വ്യക്തി വേറൊരു മാരേജ് ചെയ്തത്. പക്ഷെ ഇറ്റ്സ് ലൈക്ക് ഹി ഓർ ഷീ ഈസ് ലൈക്ക് നിങ്ങളിലേക്ക് വരാനാണ് ആഗ്രഹിക്കുന്നത് ഈ ഒരു ടൈമിൽ. അതാണ് ഞാൻ തുടക്കം മുതലേ പറഞ്ഞത്, നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല ഒന്നിനെയും. അതിപ്പം മേ ബി ഏതൊരു കാര്യവും ബ്യൂട്ടിഫുൾ ആയിരിക്കാം, ബെറ്റർ ആയിരിക്കാം ഈ ഒരു സ്പെസിഫിക് എനർജിയിൽ നിന്നും. പക്ഷേങ്കിൽ ആ ഒരു വ്യക്തിയല്ലേ നമ്മൾക്കിഷ്ടം. സോ വേറൊരു ബ്യൂട്ടിഫുൾ ക്വാളിറ്റി ഉണ്ട്, ബെറ്റർ ക്വാളിറ്റി ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? നമ്മൾ ആ ഒരു വ്യക്തിയിൽ തന്നെയല്ല കണക്റ്റഡ് ആയിട്ടുള്ളത്, ഒരു ലവിൻ്റെ ഫ്രീക്വൻസിയിൽ നിൽക്കുന്നത്. സോ അവരുടെ ക്വാളിറ്റീസ് നമുക്ക് ഇതാവില്ല. പിന്നെ മിക്ക മാരേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇറ്റ്സ് എ കോംപ്രമൈസ്, റൈറ്റ്? ഇപ്പോൾ രണ്ട് വ്യക്തികൾ മീറ്റ് ചെയ്യുന്നു, കണക്റ്റ് ആവുന്നു, ആൻഡ് മാരേജൊക്കെ ചെയ്ത് സൊസൈറ്റിയിൽ നമ്മൾ മാരേജൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരിപ്പോൾ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അക്സെപ്റ്റ് ചെയ്യേ വഴിയുള്ളൂ അല്ലേ. അതിൽ നിന്ന് ഒഴിഞ്ഞു പോകാം. അപ്പം ആഗ്രഹവും ഉണ്ടാവാം വെളിയിൽ വരണം എന്നുള്ളത്. പിന്നെ സൊസൈറ്റി അത് പറയും ഇത് പറയും. അങ്ങനെയും കുറേ ആളുകൾ ഇങ്ങനെ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നതായിട്ട് ഞാൻ പലപ്പോഴും കാണാറുണ്ട്. അതിൽ ഞാൻ കുറേ ക്ലയൻസിനെ ഞാൻ മീറ്റ് ചെയ്യാറുണ്ട് ഇങ്ങനെ. പക്ഷെ അവർക്കൊക്കെ റിലേഷൻഷിപ്പിൽ നിൽക്കാൻ പോലും താല്പര്യമാണ്. സ്റ്റിൽ സൊസൈറ്റി ഇങ്ങനെ ഒരു മാരേജ് എന്നുള്ളൊരു ഫോം ചെയ്ത് കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ അതിൽ നിന്ന് വെളിയിൽ വരാൻ പറ്റില്ല. സോ പാർട്ട്നേഴ്സിനെയൊക്കെ ചൂസ് ചെയ്യുമ്പോൾ ഒരിക്കലും ഫാമിലിക്ക് വേണ്ടിയിട്ടല്ല നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് അവിടെ അതാണിപ്പോൾ മിക്ക ടൈമിലും എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻസ് ഒക്കെ പോലുള്ള റിലേഷൻസ് ക്രിയേറ്റ് ആവാനും കൂടുതലായിട്ട് ഇരുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലിക്ക് വേണ്ടിയിട്ട് മാരേജ് ചെയ്യുന്നു. ഓഷോ പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ മാരേജ് ചെയ്യുന്നത് ഫാമിലീസും അതുപോലെ തന്നെ അവരുടെ വെൽത്ത് നോക്കിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ സ്റ്റാറ്റസ് നോക്കിയിട്ടായിരിക്കാം. അങ്ങനെയൊക്കെയാണ് നമ്മൾ മാരേജിലേക്ക് പോകുന്നത്. അവരുടെ ക്യാരക്ടർ നോക്കിയിട്ടായിരിക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലവ് എന്ന് പറയുന്ന ഈ ഒരു കാര്യം അല്ലെങ്കിൽ നമ്മൾ അതവിടെ ഉണ്ടാവില്ല. അതൊരു കോംപ്രമൈസസ് ആണ്. ആക്ച്വലി സ്റ്റാറ്റസിൻ്റെ പിന്നിലും പൈസയുടെ പിന്നിലും ഒക്കെ ഉള്ളൊരിതാണ് ഈ മാരേജ് എന്ന് പറയുന്നത്. ആൻഡ് അവിടെ സഫർ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ടാണ്, അവിടെ കൂടുതലായിട്ടും ഇതുകൊണ്ടൊക്കെ തന്നെയാണ് കൂടുതലായിട്ടും ഡിവോഴ്സ് ഒക്കെ ആണെങ്കിലും ഇപ്പോൾ റീസെൻ്റായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു മെയിൻ റീസൺ. പക്ഷെ അവിടെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പോവുകയാണ്. ബിക്കോസ് സൊസൈറ്റി പറഞ്ഞു ഇറ്റ്സ് എ മാരേജ്. സോ മാരേജിൽ നിൽക്കുമ്പോൾ ചില റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അവിടെ ചില മേ ബി കുട്ടികൾ ഉണ്ടാകുമ്പോൾ ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരിക്കാം. പക്ഷെ ആ അറ്റാച്ച്മെൻ്റ് ഒന്നും ഒരിക്കലും ലവ് അല്ല. ഓക്കെ, അതുകൊണ്ടാണ് മിക്കവരും ഈ മാരിറ്റൽ റിലേഷനിലൊക്കെ മെയിൽസും ഫീമെയിൽസും ഒക്കെ പോയിട്ട് അത് അവരുടെ ഇഷ്യൂസ് അതാണ്. സോ നിങ്ങളിപ്പം ഇനിയിപ്പോൾ ഈ വീഡിയോ കാണുന്ന സിംഗിൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളെ തന്നെ നിങ്ങൾ മാരേജ് ചെയ്യുക. അതായിരിക്കും കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പറയും മാരേജിന് ശേഷം ഇഷ്ടം ഉണ്ടാകും എന്നുള്ളത്. അത് വളരെ ഫോൾസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മാരേജിന് ശേഷം അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവും. അറ്റാച്ച്മെൻറ്റ് ഈസ് നോട്ട് എ ലവ്. റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവും. അതൊരിക്കലും ലവ് അല്ല. ആൻഡ് ലവ് ക്യാനോട്ട് ബി ലീഗലൈസ്ഡ്. സ്നേഹത്തിന് ഒരിക്കലും ലീഗലൈസ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഓഷോയും പറയുന്നുള്ളത്. സോ അപ്പം അതുകൊണ്ടാണ് എല്ലാ കുട്ടികളിപ്പം മാരേജ് ഒന്നും ആരും വേണ്ടെന്നൊക്കെ എല്ലാവരും പറഞ്ഞ റീസണും ഇത് തന്നെയാണ്. അവർക്ക് പൊതുവേ ഈ അറേഞ്ച് മാരേജ് കൺസെപ്റ്റിനോട് താല്പര്യമില്ല ആർക്കും. കാരണം യു നോ ദാറ്റ്. നിങ്ങൾക്ക് അത് മിക്കവാറും പലരും അറേഞ്ച് മാരേജ് ചെയ്തിട്ടുള്ള ആളുകളായിരിക്കാം ഇതിൽ. ദാറ്റ്സ് വൈ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പും കൂടിക്കൊണ്ടിരിക്കുന്നത്. ലെറ്റ്സ് സീ വാട്ട് എൽസ്. ഇത് ഈ കൗൺസിലിങ്ങിൽ കുറേ സെക്ഷൻസ് ഇങ്ങനെ വരുന്നത് കൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ പറഞ്ഞത്. യെസ്, സി ഗൈസ്, നിങ്ങൾക്ക് ഇതിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ യു നീഡ് ടു ക്രിയേറ്റ് ഹെൽത്തി ബൗണ്ടറീസ്, റൈറ്റ്? നിങ്ങളുടെ ഉള്ളിലൊരു ഫിയർ ഉണ്ടായിരിക്കാം, ഈ ഒരു വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്യുമോ എന്നുള്ളത്. ഓക്കെ, സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ചീറ്റിംഗ് ഫിയർ ഉണ്ടല്ലോ, അത് നിങ്ങൾ ഹീൽ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അങ്ങനെയുള്ളൊരു ഫിയർ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഹീൽ ചെയ്യുക. അതൊരു ലൂപ്പായിട്ട് നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റ് ചെയ്ത് ഇരിക്കുന്നതായിട്ട് എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഹെൽത്തി ബൗണ്ടറീസ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ആൻഡ് ഒരു കാര്യം മനസ്സിലാക്കുക, ലസ്റ്റ് എന്ന് പറയുന്നത് ഒരിക്കലും ലവ് അല്ല.
ആ ഒരു കാര്യം മനസ്സിലാക്കുക. കാർഡ്സിലും അത് വന്നിട്ടുണ്ട്. പാഷൻ ഈസ് നോട്ട് ദ സെയിം ആസ് ലാസ്റ്റിംഗ് ലവ്. ഡോണ്ട് സക്ക് ഇൻ ജസ്റ്റ് ബൈ ഗുഡ് സെക്സ്. ഇതാണ് ഈ കാർഡ് പറയുന്നത്. അതാണ് നിങ്ങൾ ഒരാളോട് ഒരു അട്രാക്ഷൻ തോന്നുന്നു, അല്ലെങ്കിൽ ലസ്റ്റ് ഒരിക്കലും ലവ് ആവില്ല, പാഷൻ ഒരിക്കലും ലവ് ആവില്ല. ലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഹയർ ഫ്രീക്വൻസി ഓഫ് ഗോഡ്, റൈറ്റ്? സോ അത് ഈ ലവ് അല്ലെങ്കിൽ ഒരു അൺകണ്ടീഷണൽ ലവ് എന്നുള്ളൊരു ടേം ഇപ്പോൾ സോഷ്യൽ മീഡിയ പറഞ്ഞ് കുറേ ആളുകളുണ്ട് ഇപ്പോൾ റീസെൻ്റായിട്ട്. അതൊക്കെ പലതരത്തിലും പല രീതികളിലേക്കൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ബട്ട് ലവ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് നിങ്ങളെ സ്നേഹിക്കാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് നിങ്ങളെ കഴിഞ്ഞും കൂടുതലായിട്ട് ദൈവത്തിനെ പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണിക്കുന്ന ഏതൊരു മണ്ടത്തരവും കോമാളിത്തരവും അത് ഉറപ്പായിട്ടും അറ്റാച്ച്മെൻറ്റ് ബേസ്ഡ് ആയിരിക്കും. അതൊരു ബേസ്ഡ് ആയിട്ടുള്ള രീതിക്ക്, ഒരു ലവ് ബേസ്ഡ് ആയിട്ടായിരിക്കില്ല, ഡിവൈൻ ബേസ്ഡ് ഗോഡ് ബേസ്ഡ് ആയിട്ട് ആയിരിക്കില്ല, ട്രൂത്ത് ബേസ്ഡ് ആയിട്ട് റിയാലിറ്റി അവിടെ ഉണ്ടാവില്ല. ഓക്കെ, സോ യാ, താങ്ക് യു.